അപ്പം നീണ്ട ഒരു ലിസ്റ്റിൽ ഒരുപക്ഷെ ആദ്യമേ ദിവ്യ ഉണ്ണിയെ കണ്ടിട്ടുണ്ടാവും, അവരെ കൊണ്ട് ക്ഷണിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഇത് പലതും നടക്കുക. അപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഗിന്നസ് റെക്കോർഡ്, ഇതുപോലെ യാതൊരു അർത്ഥവുമില്ലാത്ത കുറേ ഗിന്നസ് റെക്കോർഡുകൾ, അതിൻ്റെ പിറകെ നമ്മൾ പോവുക, ഇതെല്ലാം സംഭവിക്കുകയാണ്. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ മാനമാണ് വേണു ചോദിച്ചത്. തട്ടിപ്പിന് ഇവിടെ യഥാർത്ഥത്തിൽ കേസെടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. രണ്ടാമത് അങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ, പ്രത്യേകിച്ച് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ ന്യായീകരിക്കാനായി മന്ത്രിമാർ ഇറങ്ങി പുറപ്പെടുന്നത് വളരെ അസാധാരണമാണ്. ശരി. അപ്പോൾ ഇതിൻ്റെ പങ്ക് പറ്റുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക തട്ടിപ്പും കൂടിയാണ്. ആ തട്ടിപ്പിൽ ഒരു ദുരന്തം വന്നതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഒരു പൊള്ളത്തരമാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരുപക്ഷെ വീഴുന്നുണ്ടാവില്ല, ഇതുപോലെ അപകടാവസ്ഥയിൽപ്പെട്ടുന്നുണ്ടാവില്ല. പക്ഷേ സമൂഹം അപകടാവസ്ഥയിലാകുന്ന ഇത്തരം പൊള്ളത്തരങ്ങൾ, യഥാർത്ഥത്തിൽ അവിടെ എന്തിനാണ് ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ടത്? ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതിന് ഗിന്നസ് റെക്കോർഡാണ് അവർക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു മുൻകരുതലും ഇല്ലാതെ ഇത്തരം ഒരു ഇവൻ്റ് നടത്താം എന്നുള്ളതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഇവർക്ക് ഓൾറെഡി കൊടുത്തു കഴിയേണ്ടതാണ്. ഇത് ലോകത്തെവിടെയെങ്കിലും സംഭവിക്കുമോ ഇങ്ങനത്തേത്? നിങ്ങൾ കളമശ്ശേരിയിൽ ഒരു ദുരന്തം ഉണ്ടായി ക്യുസാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ. അന്ന് എന്തൊക്കെയാണ്? നവകേരള യാത്ര നടക്കുന്ന സമയത്താണ്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പെന്താണ്? അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങളോടുകൂടി മാത്രമേ ഇങ്ങനെ ഒരു ഇവൻ്റ് നടത്തൂ എന്നാണ് പറഞ്ഞത്. അന്ന് എം ആർ അജിത് കുമാറാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ് ഉള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവില്ല. എത്ര നാളായിട്ടുണ്ട്? എന്ത് മുൻകരുതലാണ് ഇവിടെ എടുത്തത്? ഇവിടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നും പറഞ്ഞൊരു സംഘമുണ്ട്. അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ്. എന്തിനാണ് അങ്ങനെ ഒരു സംഘം? വ്യാജ കണക്കുകൾ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാനാണോ ഈ സംഘം? അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എവിടെ? അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ അവർക്ക് പരാതിയുണ്ടോ കേരളത്തിൽ? ഈ സംഘടന എന്തിനാണ് കേരളത്തിലുള്ളത്? അങ്ങനെ ഗവൺമെൻറ് മിഷനറിയുടെ മുഴുവൻ പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത് ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് പറയുകയല്ല. എല്ലാ കക്ഷികളും ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ്, നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മാത്രം നമ്മളിത് സംസാരിക്കുകയും അന്ന് കുറേ പ്രസ്താവനകൾ നടത്തുകയും വീണ്ടും അടുത്ത ദുരന്തങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ നിർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.